ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് ഒരു കുഞ്ഞ് എപ്പിസോഡാണ്. അതേപോലെ തന്നെ ഇതൊരു ഫാമിലി വ്ളോഗാണ്. ഞങ്ങൾ തിരുവില്ലാമലയ്ക്ക് പോണ വഴി കുത്താമ്പള്ളിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോണേ. ഒരു ഉൾവിളി ബിരിയാണി കഴിക്കാൻ പോകണം, അതും നല്ല അമ്പൂർ ബിരിയാണി. നേരെ വണ്ടി എടുത്തു. ഞങ്ങൾ 5 പേരും നേരെ പാലക്കാടേക്ക് വച്ചുപിടിച്ചു. ഡീസൽ അടിച്ച് ആദ്യം തന്നെ ടാങ്ക് ഫുള്ളാക്കുക എന്നുള്ളതാണ് പരിപാടി. ശരി, ഞങ്ങൾ അവിടെ നിന്ന് എങ്ങാനും ലോങ് ട്രിപ്പ് പോകേണ്ടി വന്നാലോ. വേഗം തന്നെ വണ്ടി ഫുൾ അടിച്ചതിന് ശേഷം കാർഡ് കൊടുത്ത് നേരെ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് സ്വൈപ്പ് ചെയ്ത് ബില്ലൊക്കെ പേ ചെയ്തു. ഞങ്ങൾ പാത്തൂസിന്, ഇള എന്ന് പേരുള്ള പാത്തൂസിന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എന്താ പറയാ, യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഏറ്റവും പുറകിലത്തെ സീറ്റ് എന്താ പറയാ, ആമിയുടെയും കുഞ്ഞുന്റെയും തൊട്ട് മുന്നത്തെ സീറ്റില് കുഞ്ഞും അതേപോലെ തന്നെ സുജിയും. ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ കുഞ്ഞു ഇരിക്കുന്നത്. ഒരു 1-2.5 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർക്ക് എത്തി. അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴി വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല. പക്ഷെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ബ്ലോക്ക് തുടങ്ങി. കാരണം ഞാൻ നേരത്തെ ഒരു 7 മണി ടൈമിൽ ഞാൻ അവിടുന്ന് പുറപ്പെട്ടിരുന്നു. ആ സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവാണ്. റോഡുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ടെയ്നർ അല്ല, ഈ എന്താ പറയാ വലിയ ട്രക്കുകൾ, ആ വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ കാറുകാർക്ക് ഇനി ഓവർടേക്ക് ചെയ്യണമല്ലോ, അതാണ് വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ നേരെ തിരുവില്ലാമലയ്ക്ക്, തൃശ്ശൂരിന്ന് തിരുവില്ലാമലയ്ക്ക് തിരിച്ചു. ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് നോക്കിയേ, ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കച്ചി കൊണ്ട് ലോറി പോണൊക്കെ, ലോറി അല്ല ചെറിയ ഓട്ടോറിക്ഷയാണ് തോന്നുന്നു. ഓട്ടോറിക്ഷ അല്ല കേട്ടോ, അത് ഇതാണ് ചെറിയ എയ്സ് പോലത്തെ ഒരു വണ്ടിയാണ്. അതിനകത്ത് കച്ചി ലോഡ് കയറ്റി കൊണ്ടുപോകണമെന്ന് നോക്കി. അങ്ങനെ ഞങ്ങള് കുത്താമ്പള്ളിക്ക് അടുത്തുള്ള ഈ സ്ഥലത്ത് എത്തിയിട്ടോ. ഈ സ്ഥലം അത്ര ഫേമസ് ആയിട്ടുള്ള അങ്ങനെ ഒരു ബിരിയാണി ഹട്ട് പരിപാടിയൊന്നുമല്ല. അങ്ങനെ ആ ബിരിയാണി ഹട്ടിലേക്ക്, ബിരിയാണി ഹട്ടല്ല, ഇതൊരു ഗവൺമെന്റിന്റെ ഒരു ടൂറിസമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഒരു സ്ഥലമാണ്. അങ്ങനെ ആദ്യ ആൾക്കാരെന്ന് പറഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ ചക്ക ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അതേപോലെ തന്നെ വലിയ തിരക്കൊന്നുമില്ല, ഊണുണ്ട്, അതേപോലെ തന്നെ അമ്പൂർ ബിരിയാണി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് അവിടെ. എനിക്ക് ബീഫ് ബിരിയാണിയാണ് ബേസിക്കലി എനിക്കിഷ്ടം. പക്ഷെ ഇപ്പം എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ബീഫ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എത്രത്തോളം രുചിയുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല അമ്പൂർ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു. ഞാൻ ആ പാത്തൂസിനെ പിടിച്ച് നേരത്തെ തന്നെ സ്ഥലം പോയി പിടിച്ചു. പാത്തൂസാണെങ്കിൽ ടേബിളിന്റെ മുകളിലൊക്കെ ഇഴഞ്ഞ് നടക്കണേ. ആ ഹോട്ടലിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവിടെ ചുറ്റിനും കുറെ ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഓരോ ഫോട്ടോ ഫ്രെയിംസിനും വളരെ രസകരമായിട്ടുള്ള അടിക്കുറിപ്പുകൾ ഇങ്ങനെ എഴുതി വെച്ചു. സിനിമ ഡയലോഗുകൾ മിക്സ് ചെയ്തിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള, ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് രസമാണെന്ന് നോക്കി. അങ്ങനെ ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ പറയാ, സുജിക്ക് ഭക്ഷണം വന്നു കഴിഞ്ഞിരുന്നു. പാത്തൂസ് വേഗം തന്നെ എവിടെ ആദ്യം ഭക്ഷണം വന്നു അവിടേക്ക് സ്ഥലം പിടിച്ച് നേരെ പോയിരുന്നു. മീനൊക്കെ വലിയ കാര്യമാണ് പുള്ളിക്കാരത്തേക്ക്. മീനല്ലാത്തതുകൊണ്ട് ഈ പച്ചക്കറിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും. അച്ചാർ എന്തോരം വേണമെങ്കിലും തിന്നും. മുളകാണ് ടോക്ക് അടിച്ചത്, മറ്റേ നമ്മുടെ കൊണ്ടാട്ടം മുളക്. അങ്ങനെ ഇച്ചിരിച്ച് ചോറ് തിന്നാൻ തുടങ്ങി. ആമിക്കും എനിക്കും എന്താ പറയാ, കുഞ്ഞൂനും അമ്പൂർ ബിരിയാണിയാണ് പറഞ്ഞേക്കണേ. ബിരിയാണി തിന്നാനാണല്ലോ നമ്മൾ ഇവിടെ വരെ വന്നേക്കണേ. സുജിക്ക് അങ്ങനെ ബിരിയാണി ഈ സമയത്ത് തിന്നാൻ ചൂടല്ലേ, ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ബിരിയാണി തിന്നുക എന്ന് പറയുന്നൊരു പരിപാടി മാത്രമല്ല, ഇവിടുന്ന് നേരെ കുത്താമ്പള്ളി പോയി കുറച്ച് വസ്ത്രങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ആ ഒരു എന്താ പറയാ ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കുത്താമ്പള്ളിക്ക് വന്നേക്കുന്നത്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ കാണും. പാത്തൂസ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇത് ഇറക്കാൻ വേണ്ടിയാണ് പാട്. നമ്മൾ കുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി വായിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും. ഇത് ഇറക്കാനാണ് പാട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ക്ഷമ കെടാറായപ്പോ ദേ വന്നടാ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ 2 ബിരിയാണി മേടിച്ചു. 3 ബിരിയാണി മേടിച്ചില്ല, കാരണം വെച്ചാൽ ഈ 2 ബിരിയാണി തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബിരിയാണിയുടെ കുറച്ച് പകുതി ആമിക്ക് കൊടുത്ത് ഞങ്ങൾ 2 പേരും ഷെയർ ചെയ്ത് എടുത്തു. അങ്ങനെ ഈ ബിരിയാണി ആദ്യം തിന്ന് തുടങ്ങിയപ്പോൾ വലിയ രുചിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിന് മസാല ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് അതിന് ടേസ്റ്റ് പിടിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മുട്ടയും കിട്ടി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബിരിയാണി തിന്ന് തീർത്തിട്ടോ. ആമിയുടെ കാര്യമാണ് ബിരിയാണി തിന്നാൻ വേണ്ടി, ബിരിയാണി എന്നല്ല എന്ത് ഭക്ഷണമായാലും ആമി ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ
ആമി ഭക്ഷണം കഴിച്ച് തീരാൻ വേണ്ടി ഞങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. പാത്തോസാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇച്ചിരി ബിരിയാണി തിന്നും, അവിടുന്ന് ഇച്ചിരി ചോറ് തിന്നും, ഇവിടുന്ന് ഇച്ചിരി ബിരിയാണി, ഇച്ചിരി ചിക്കനകത്ത് വെച്ചെടുക്കും. ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ കുറുക്കൊന്നും ഇഷ്ടമല്ല. കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബോറടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ പുറത്തോട്ടിറങ്ങി ഞാൻ ബില്ല് അടക്കുന്നുണ്ടായിരുന്നു. ആ ബില്ല് അടക്കുന്ന കൗണ്ടറിലേക്ക് എൻ്റെ പുറകെ ഓടി വന്നു. പുള്ളിക്കാരത്തി ചുറ്റിനൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം വേഗം അവിടെ വന്നു. അവിടെ ഇരുന്നപ്പോൾ കാണുന്നത് അവിടെ കംപ്ലീറ്റ് മിഠായി പാക്കറ്റുകളും ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കും. അപ്പോൾ അത് കൈയിട്ടെടുക്കാൻ വേണ്ടി പുള്ളിക്കാരത്തേക്ക് കൊതിയായിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ കൗണ്ടറിൽ നിൽക്കുന്ന ആൾ എന്നെ ഒരു മിഠായി എടുത്ത് കൊടുത്തു. കണ്ടതാ, ഇതെടുത്തോണ്ട് കൂടെ എന്നോട് മേടിച്ചു തരാൻ വേണ്ടി പറയുന്നതാണ്. അത് പൊട്ടിക്കാൻ പറ്റൂല്ലോ മിഠായി. അതുകൊണ്ട് തന്നെ ടേബിളിൽ സുജിയുടെ അടുത്ത് കൊണ്ടേ കൊടുത്തേക്കണേ, പൊട്ടിച്ച് താന്നും പറഞ്ഞു. സുജി അതെടുത്ത് വെച്ച് പിന്നെ പൊട്ടിച്ചു തരാമെന്നും പറഞ്ഞു. ഞങ്ങളിങ്ങനെ ടേബിളിൽ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കണം ഇങ്ങനെ ഇത്. അപ്പോഴേക്കും ആമിയുടെ ഭക്ഷണം കഴിച്ച് തീർന്നു. ഞങ്ങൾ ഇറങ്ങാൻ സമയമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പക്ഷെ ഇവിടുത്തെ ബില്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് അല്ല, പക്ഷെ ഇച്ചിരി കൂടുതലായിരിക്കും. ഇവിടെ നാട്ടിൽ അമ്പൂർ ബിരിയാണി ഞങ്ങൾ ഇവിടെ കിട്ടുന്നത് ഒരു 150 രൂപയുണ്ട് ബിരിയാണിയുടെ റേറ്റ്. അപ്പോൾ അത് ഇച്ചിരി വലിയ റേറ്റ് ആയിട്ട് തോന്നി. എന്തായാലും ഊണ് നല്ല രസം ഉണ്ടായിരുന്നു. പാത്തോസിന് മിഠായി വേണം, അത് ഒരെണ്ണം പോരാ, ഈ മിഠായി ഇത് മൊത്തം വേണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അത് മൊത്തം എടുത്തിട്ട് പോണേണ്. അത് ഞാൻ പിടിച്ച് കരച്ചിലില്ലാതെ മാറ്റിയെടുത്ത് വെച്ചാൽ തുറന്നിട്ട് പൈസയും കൊടുത്ത്. കണ്ടോ, ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ കുത്താമ്പള്ളി, നമ്മുടെ സാരിയും എന്താ പറയുക കൈത്തറിയും ഒക്കെയുള്ള സ്ഥലത്തോട്ട് തിരിച്ചു. ഇവിടെ തൊട്ടടുത്ത് തന്നെ, ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ കുത്താമ്പള്ളിക്ക് നമുക്ക് കയറാം. അങ്ങറ്റത്ത് അറ്റം വരെ ഇവിടുത്തെ കൈത്തറി വസ്തുക്കളാണ്, എന്ന് വെച്ചാൽ കൈത്തറി ഡ്രസ്സുകളാണ് അങ്ങറ്റം വരെ. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കുത്താമ്പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അപ്പൊ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ലൊക്കേഷനിലോട്ട് അല്ലേ അല്ലേ പോണ വഴിക്ക് മൊത്തം നമ്മൾ ആ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ഞങ്ങൾ കൂടുതലാണ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എല്ലാവരും വരിക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.